ജപമാല എടുക്കാം. വീട്ടിൽ കാണുമല്ലോ, ജപമാല എടുക്കണം. എടുത്തതിന് ശേഷം നല്ലൊരു ചക്കര ഉമ്മ കൊടുക്കണം. അല്ലെ, നമ്മൾ പ്രിയപ്പെട്ടവർക്കല്ലേ ഉമ്മ കൊടുക്കാറുള്ളൂ. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈശോ. ഈശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കണം. എന്നിട്ട് തന്നെ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലണം. അറിയായിരിക്കുമല്ലോ അല്ലെ, സർവശക്തനായ പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവം. ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. ഇത് വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. ഇത് സ്വർഗസ്നായ പിതാവ്. 3 തവണ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നു. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇനി അടുത്തത് നമുക്ക് ലൂക്ക 1:5 ഒരു വചനമില്ലേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വേണമെങ്കിൽ നമുക്ക് പേഴ്സണലൈസ് ചെയ്ത് നമുക്കറിയാം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. കോൺഫിഡൻറ്റോടുകൂടി പവറോടുകൂടി പറയണം. എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കി പഞ്ചോടുകൂടി മക്കൾ പറയണം. ഓക്കെ. ഇനി അടുത്തന്നെ 10 മണികളുണ്ട്. ഈ ഓരോ മണികളിലും ചൊല്ലേണ്ടത് പരിശുദ്ധാത്മാ, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണം. ഓക്കെ. അപ്പൊ 1ാമത്തെ ഡക്കറ്റിൽ പറയേണ്ടത് എന്നിൽ വന്ന് നിറയണം. ഉച്ചി തൊട്ട് ഉള്ളംകാല് വരെ നിറയണം. എൻ്റെ മജ്ജയുടെ മാംസത്തിന്റെ, എൻ്റെ ഇന്റേണൽ ഓർഗൻസിന്റെ, എൻ്റെ രക്തത്തിന്റെ, എല്ലുകളുടെ, പല്ലുകളുടെ ഒക്കെ ഭാഗമായി മാറണം. ഓക്കെ. പരിശുദ്ധാത്മാവില്ലാത്ത ഒരു അവയവം പോലും നമുക്ക് വേണ്ട. ഓക്കെ അല്ലേ?